ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഗാർഡനിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട എക്സ്ട്രീംലി ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ നമുക്ക് മോസ്റ്റിക്ക് ചെടികളിൽ ഉപയോഗിക്കാം. വിതൗട്ട് എനി ഫർദർ അഡു, ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഈ മോൺസ്റ്റെറ ചെടിയിലാണ് ഞാൻ ആദ്യമായിട്ട് മോസ്റ്റിക്ക് യൂസ് ചെയ്തത്. നമ്മുടെ ചെടിയിലൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈസസിലുള്ള മോസ്റ്റിക്ക് നമുക്ക് ഫിലോഡെൻഡ്രോൺ, മണി പ്ലാന്റ്, അതുപോലെ തന്നെ മോൺസ്റ്റെറ പോലുള്ള ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ ചെടികൾക്കെല്ലാം തന്നെ സ്റ്റെമ്മിൽ നിന്ന് ഏരിയൽ റൂട്ട്സ് ഉള്ളതാണ്. അപ്പോൾ ഈ റൂട്ട്സ് നമ്മുടെ ചെടികൾക്കുള്ളതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം അത് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏത് സർഫസിലാണോ നടുന്നത് അവിടെ നിന്നുള്ള ഈർപ്പം നമ്മുടെ ഈ ചെടിയുടെ ഏരിയൽ റൂട്ട്സ് വലിച്ചെടുക്കുന്നതാണ്. സ്പാഗ്നം മൂസ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഈ മോസ്റ്റിക്ക് ഒരു എക്സ്ട്രാ മോയ്സ്ചർ നമ്മുടെ ചെടികൾക്ക് കൊടുക്കും. ഇത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നവരുമുണ്ട്. ഒരു PVC പൈപ്പിൻ്റെ മുകളിൽ കൂടെ സ്പാഗ്നം മൂസ് ചുറ്റുക, അതിനുശേഷം നൂൽക്കമ്പിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ മെഷോ ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മോസ്റ്റിക്ക് എങ്ങനെ ചെടികൾക്ക് ഉപയോഗിക്കാമെന്നോ. ഇവിടെ ഞാനിപ്പോൾ മോൺസ്റ്റെറയുടെ തന്നെ കട്ടിങ്സ് നട്ടുകൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഏരിയൽ നോഡിൻ്റെ താഴേന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് ഈ ചെടി നട്ടുകൊടുക്കാവുന്നതാണ്. പോട്ടി മിക്സായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മണ്ണും മണലും പിന്നെ ചകിരിച്ചോറും. മണ്ണും മണലും ഒരേ റേഷ്യത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്, ചകിരിച്ചോറ് അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി മോസ്റ്റിക്ക് ഇതുപോലെ ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ചെറുതായിട്ട് ഫോഴ്സ് കൊടുത്തൊന്ന് ഉറപ്പിക്കണം. ഇനി നമ്മൾ ഇതുപോലത്തെ ഹെയർ പിൻ യൂസ് ചെയ്തിട്ട് മോസ്റ്റിക്കിൽ ഈ പ്ലാന്റിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു പുതിയ പ്ലാന്റ് നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഏരിയൽ റൂട്ട് ഒന്ന് മോസ്റ്റിക്കുമായിട്ട് പറ്റി പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഹെയർ പിൻസൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ അത് തനിയെ റൂട്ട്സ് വരുന്നതനുസരിച്ച് ആ മോസ്റ്റിക്കിലേക്ക് പറ്റിപ്പിടിച്ച് നല്ല ഹൈറ്റിൽ തന്നെ വളർന്നു വരും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഹെയർ പിൻ ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ത്രെഡ് വെച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ചെടിയുടെ റൂട്ട് മോസ്റ്റിക്കിലൊന്ന് പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെടിയെ നോക്കേണ്ട ആവശ്യമില്ല. അത് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വളരും. 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നല്ല വീതിയുള്ള ഇലകൾ വരുന്നതും നമുക്ക് കാണാവുന്നതാണ്. സപ്പോർട്ട് ആവശ്യമുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഈ മോസ്റ്റിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിപ്പോൾ ഒരു ചെറിയ ചെടിയാണെങ്കിലും അതൊരു വലിയ ചെടിയാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോസ്റ്റിക്ക് നല്ലപോലെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് എപ്പോഴും ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഇൻഡോറിലാണ് ചെടി വെച്ചേക്കുന്നതെങ്കിൽ ആഴ്ച ഒരു വട്ടം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഔട്ട്ഡോറിലാണ് പിന്നെ നല്ലപോലെ ചൂടുള്ള സമയമാണെങ്കിൽ ആഴ്ച ഒരു 3 വട്ടമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം സോയിൽ പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെടികളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ചെടിച്ചട്ടിയിലേക്കും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഔട്ട്ഡോറിൽ മോൺസ്റ്റെറ ചെടികൾ വെക്കുമ്പോൾ പാർഷ്യൽ ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെ വെക്കുക, അല്ലെങ്കിൽ ചെടിയുടെ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. വലിയ വെയിലൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണിത്. ഒരുപാട് ആൾക്കാരുടെ ഫേവറേറ്റായ മണി പ്ലാന്റിന് നല്ല പോലെ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മോസ്റ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.